നാനോ മെറ്റീരിയൽസിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗ്രാഫീനാണ്. ഗ്രാഫീൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്രാഫീൻ കാർബണിൻ്റെ ക്രിസ്റ്റലൈൻ അലോട്രോപ്പാണ്. ഗ്രാഫീൻ എന്ന് പറയുന്നത് കാർബണിൻ്റെ ക്രിസ്റ്റലൈൻ അലോട്രോപ്പാണ്. ഗ്രാഫീൻ ഒരു 2 ഡയമെൻഷണൽ സ്ട്രക്ചറാണ്. 2 ഡയമെൻഷണൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താ? ഗ്രാഫീൻ ഒരു ഷീറ്റ് പോലെയുള്ള സ്ട്രക്ചറാണ്. 2 ഡയമെൻഷണൽ സ്ട്രക്ചറാണ്. അതായത് സിംഗിൾ ലെയർ ഓഫ് ആറ്റം വെച്ചിട്ട്, സിംഗിൾ ലെയർ ഓഫ് കാർബൺ ആറ്റം വെച്ചിട്ട് ഒരു ഷീറ്റ് ഉണ്ടാക്കിയേക്കുകയാണ്. ഇനി ആ ഷീറ്റിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്? ഹെക്സഗണൽ പാറ്റേണിലാണ് കാർബൺ ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ക്രിസ്റ്റലൈൻ അലോട്രോപ്പ് ഓഫ് കാർബൺ ആണ് ഗ്രാഫീൻ എന്ന് പറയുന്നത്. ഗ്രാഫീൻ എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷണൽ ഷീറ്റ് ലൈക്ക് സ്ട്രക്ചറാണ്. അതായത് ഒരു സിംഗിൾ ലെയർ ഓഫ് കാർബൺ ആറ്റം ഹെക്സഗണൽ പാറ്റേണിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഷീറ്റാണ് ഗ്രാഫീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാഫീനകത്തെ ഓരോ കാർബൺ ആറ്റത്തിനും 4 ബോണ്ട് കാണും. ഗ്രാഫീനകത്തെ ഓരോ കാർബൺ ആറ്റവും എത്ര ബോണ്ട് ഉണ്ടാക്കും? 4 ബോണ്ട്. 3 എസ് ബോണ്ടാണ്. 3 എസ് ബോണ്ട് എന്ന് പറഞ്ഞാൽ നെയ്ബറിങ് 3 കാർബൺ ആറ്റവുമായിട്ട് 3 എസ് ബോണ്ടും കാണും, ഒരു പി ബോണ്ടും കാണും. പി ബോണ്ട് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദി പ്ലെയിൻ ആയിരിക്കും ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞു ഗ്രാഫീൻ എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ അലോട്രോപ്പ് ഓഫ് കാർബൺ ആണ്. ഇതൊരു 2 ഡയമെൻഷണൽ സ്ട്രക്ചറാണ്, ഷീറ്റ് ലൈക്ക് സ്ട്രക്ചറാണ്. സിംഗിൾ ലെയർ ഓഫ് കാർബൺ ആറ്റം ഒരു ഹെക്സഗണൽ പാറ്റേണിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഓരോ കാർബൺ ആറ്റവും 4 ബോണ്ട് ഉണ്ടാക്കും. 3 ബോണ്ട് എസ് ബോണ്ടാണ് നെയ്ബറിങ് കാർബൺ ആറ്റവുമായിട്ട്, നെയ്ബറിങ് 3 കാർബൺ ആറ്റവുമായിട്ടുണ്ടാക്കും. ഒരെണ്ണം പി ബോണ്ടാണ്, അത് ഔട്ട് ഓഫ് ദി പ്ലെയിൻ ആണ് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ബേസിക് സ്ട്രക്ചറാണ് ഏതിലൊക്കെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്? ഗ്രാഫൈറ്റ്, ഫുള്ളറീന്, നാനോ ട്യൂബ്, നാനോ കോൺസ്, ഇതിൻ്റെയൊക്കെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ 4 ബോണ്ടുള്ള സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാഫീനെ വിളിക്കുന്ന പേരെന്താണ്? മദർ ഓഫ് ഓൾ കാർബൺ നാനോ മെറ്റീരിയൽസ് എന്നാണ്. സോ മദർ ഓഫ് ഓൾ കാർബൺ നാനോ മെറ്റീരിയൽസ് ആരാണ്? അത് ഗ്രാഫീനാണ്. ഗ്രാഫീനെ വിളിക്കുന്ന പേരാണ് മദർ ഓഫ് ഓൾ കാർബൺ നാനോ മെറ്റീരിയൽസ്. കാരണം ഈ പറഞ്ഞ സ്ട്രക്ചറാണ് എല്ലാ നാനോ മെറ്റീരിയൽസിൻ്റെയും, കാർബൺ കൊണ്ടുള്ള എല്ലാ നാനോ മെറ്റീരിയൽസ്, അതായത് ഗ്രാഫൈറ്റ്, ഫുള്ളറീന്, നാനോ ട്യൂബ്, നാനോ കോൺ, ഇതിൻ്റെയൊക്കെ ബേസിക് സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. സോ നമ്മൾ ഗ്രാഫീനെ വിളിക്കുന്ന പേരെന്താണ്? മദർ ഓഫ് ഓൾ കാർബൺ നാനോ മെറ്റീരിയൽസ്. ഇനി നമുക്ക് ഗ്രാഫീൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഗ്രാഫീൻ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ പറഞ്ഞു അതിനകത്തൊരു ഔട്ട് ഓഫ് ദി പ്ലെയിൻ നിൽക്കുന്ന പി ബോണ്ട് ഉണ്ട്. അപ്പോൾ ഈ പി ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് കാരണം ഇതിന് ഹീറ്റും ഇലക്ട്രിസിറ്റിയും നന്നായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റും. സോ ഗ്രാഫീൻ ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഹീറ്റിൻ്റെയും ഇലക്ട്രിസിറ്റിയുടെയും ഒരു ഗുഡ് കണ്ടക്ടറാണ് ഗ്രാഫീൻ. പിന്നെ ഇതൊരു സിംഗിൾ ലെയറാണ്, ആറ്റം സിംഗിൾ ലെയറുള്ള ഷീറ്റാണ്. സോ ഇറ്റ് ഈസ് നിയർലി ട്രാൻസ്പെയറൻറ്റ്. കാർബൺ ആറ്റം സിംഗിൾ ലെയറുള്ള ഷീറ്റ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് നിയർലി ട്രാൻസ്പെയറൻറ്റ്. അപ്പോൾ 2 പ്രോപ്പർട്ടി പറഞ്ഞു. ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി, അതുപോലെ നിയർലി ട്രാൻസ്പെയറൻ്റ് ആണ്. കാർബൺ ആറ്റം ടൈറ്റായിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഇറ്റ് ഈസ് 200 ടൈംസ് സ്ട്രോങ്ങർ ദാൻ സ്റ്റീൽ ബൈ വെയ്റ്റ്. കാർബൺ ആറ്റം നന്നായിട്ട് ടൈറ്റ്ലി പാക്ഡ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് 200 ടൈംസ് സ്ട്രോങ്ങർ ദാൻ സ്റ്റീൽ ബൈ വെയ്റ്റ്. സ്റ്റീലിനേക്കാളും എത്ര ടൈംസ് സ്ട്രോങ്ങറാണ്? 200 ടൈംസ്. അതുപോലെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫീൽഡാണ് സെമി കണ്ടക്ടേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ബാറ്ററീസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിക്സ്, അതുപോലെ കമ്പ്യൂട്ടർ ഇൻഡസ്ട്രീസ്, അങ്ങനെ പലയിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. സെമി കണ്ടക്ടേഴ്സ്, ബാറ്ററീസ്, പിന്നെ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി, ഇങ്ങനെ പലയിടത്തും ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഗ്രാഫീൻ. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് ഫുള്ളറീനാണ്. ഫുള്ളറീൻ എന്ന് പറയുന്നതും കാർബണിൻ്റെ ഒരു അലോട്രോപ്പാണ്. അപ്പോൾ ഈ ഫുള്ളറീൻ്റെ പ്രത്യേകത എന്താ? ഗ്രാഫീൻ ഷീറ്റ് നമ്മൾ റോൾ ചെയ്യുക. ഗ്രാഫീൻ ഷീറ്റ് റോൾ ചെയ്ത് ട്യൂബോ സ്ഫിയറോ ആക്കിയാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫുള്ളറീൻ. ഫുള്ളറീൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു കേജ് പോലത്തെ ഒരു ലാർജ് മോളിക്യൂളാണ്. കേജ് ലൈക്ക് സ്ട്രക്ചറിലുള്ള ലാർജ് മോളിക്യൂളാണ് ഫുള്ളറീൻ എന്ന് പറയുന്നത്. ഈ ഫുള്ളറീൻ എന്ന് പറയുന്നത് 60 കാർബൺ ആറ്റം ചേർന്നാണ് ഉണ്ടായേക്കുന്നത്. ഫുള്ളറീൻ എത്ര കാർബൺ ആറ്റം ചേർന്ന? 60 കാർബൺ ആറ്റം ചേർന്നുണ്ടായിരിക്കുന്ന കേജ് പോലിരിക്കുന്ന ഒരു വലിയ മോളിക്യൂളാണ് ഫുള്ളറീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 60 കാർബൺ ആറ്റം തമ്മിൽ ഒന്നുകിൽ സിംഗിൾ ബോണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ആയിരിക്കും. സോ വാട്ട് ഈസ് ഫുള്ളറീൻ? ഫുള്ളറീൻ എന്ന് പറഞ്ഞാൽ ഗ്രാഫീൻ ഷീറ്റ് റോൾ ചെയ്തിട്ട് ഒരു സ്ഫിയർ ആക്കി എടുത്തേക്കുന്നതാണ് ഫുള്ളറീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫുള്ളറീൻ എന്ന് പറയുന്നത് 60 കാർബൺ ആറ്റം ചേർന്നുണ്ടായിട്ടുള്ള ഒരു കേജ് പോലത്തെ വലിയ മോളിക്യൂളാണ് ഫുള്ളറീൻ എന്ന് പറയുന്നത്. ഇതിനകത്തെ 60 കാർബൺ ആറ്റം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സിംഗിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ ഒക്കെയാണ് ഉള്ളത്.
ഇനി നമ്മൾ ഈ കേജിലേക്ക് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് 20 ഹെക്സഗണൽ ഫേസുമുണ്ട്, 12 പെൻറ്റഗണൽ ഫേസുമുണ്ട്. ഫുള്ളറിൻ്റെ പ്രത്യേകതയാണ്. ഫുള്ളറിൻ്റെ ആ കേജ് പോലത്തെ വലിയ മോളിക്യൂൾ നോക്കിയാൽ 20 ഹെക്സഗണൽ ഫേസുമുണ്ട്. ഹെക്സഗൺ എത്ര ഫേസാണ്? 20 ഫേസ്. 12 പെൻറ്റഗണൽ ഫേസുമുണ്ട്. അപ്പോൾ എത്ര കാർബൺ ആറ്റം ചേർന്നിട്ടാണ്? 60 കാർബൺ ആറ്റം ചേർന്നിട്ടാണ് ഒരു ഫുള്ളറിൻ മോളിക്യൂൾ ഉണ്ടാവുന്നത്. ഇനി ഇതിൻ്റെ പേര് ബക്കി ബോൾ അല്ലെങ്കിൽ ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ എന്നാണ്. ഇതിൻ്റെ പേരെന്താ? ശരിക്കും ഇതിനിട്ടേക്കുന്ന പേര് ബക്കി ബോൾ അല്ലെങ്കിൽ ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ എന്നാണ്. അപ്പോൾ ഇത് ആരുടെ പേരിൽ നിന്ന് ഈ പേര് വന്നേക്കുന്നത്? ഒരു അമേരിക്കൻ ആർക്കിടെക്റ്റായ ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ്റെ പേരിൽ നിന്നാണ് ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ എന്ന പേര് വന്നിരിക്കുന്നത്. ഈ ബക്ക്മിൻസ്റ്റർ ഫുള്ളറാണ് ജിയോഡെസിക് ഡോം ഇൻവെൻറ്റ് ചെയ്തത്. ബക്ക്മിൻസ്റ്റർ ഫുള്ളറാണ്. അദ്ദേഹം ഒരു അമേരിക്കൻ ആർക്കിടെക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ എന്ന പേര് വന്നേക്കുന്നത്. സോ ഫുള്ളറിൻ്റെ പേര് ഒന്നുകിൽ ബക്കി ബോൾ അല്ലെങ്കിൽ ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ എന്നാണ്. ഇനി നമ്മൾ ഫുള്ളറിൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് നോക്കാം. ഫുള്ളറിൻ എന്ന് പറയുന്നത് HIV ഇൻഫെക്ഷൻ്റെ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. HIV ഇൻഫെക്ഷൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഫുള്ളറിൻ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ കാർബൺ 60 അഥവാ ഫുള്ളറിന് പൊട്ടൻഷ്യൽ ആൻറ്റി വൈറൽ ആക്ടിവിറ്റി ഉണ്ട്. ഫുള്ളറിന് ആൻറ്റി വൈറൽ ആക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ HIV ഇൻഫെക്ഷൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഈ പറഞ്ഞ C60 കാർബൺ 60 അഥവാ ഫുള്ളറിൻ ഉപയോഗിക്കുന്നുണ്ട്. സോ ഒരു ആപ്ലിക്കേഷനാണ് HIV ഇൻഫെക്ഷൻ്റെ ട്രീറ്റ്മെൻറ്റ്. രണ്ടാമത്തെയാണ് ബയോളജിക്കൽ ആൻറ്റി ഓക്സിഡൻസ് ആയി യൂസ് ചെയ്യുന്നു. ബയോളജിക്കൽ ആൻറ്റി ഓക്സിഡൻസ് ആയിട്ട് ഫുള്ളറിൻ യൂസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് ഈ ഫുള്ളറിൻ ഒരു പ്രത്യേകതയുണ്ട്. അവയ്ക്ക് ചില ആൻറ്റിബയോട്ടിക്സുമായിട്ട് ഫുള്ളറീൻസിന് ആൻറ്റിബയോട്ടിക്സുമായിട്ട് കയറി ബൈൻഡ് ചെയ്യാൻ സാധിക്കും. ഫുള്ളറീൻസിന് ആരുമായി ബൈൻഡ് ചെയ്യാൻ സാധിക്കും? ആൻറ്റിബയോട്ടിക്സുമായിട്ട് ബൈൻഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവയ്ക്ക് ചില ടൈപ്പ് ക്യാൻസർ സെൽസിനെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഫുള്ളറീൻസിന് ചില ആൻറ്റിബയോട്ടിക്സുമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സുമായിട്ട് ബൈൻഡ് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് ചില ടൈപ്പ് ക്യാൻസർ സെല്ലിനെ ടാർഗറ്റ് ചെയ്യാനും സാധിക്കും. അങ്ങനെയുള്ളൊരു ക്യാൻസർ സെല്ലാണ് മെലനോമയെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കാൻ ആർക്ക് പറ്റും? ഫുള്ളറിന്. ഇനി ഈ ഫുള്ളറിൻ എന്ന് പറയുന്നത് ഫോട്ടോഡൈനാമിക് തെറാപ്പിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹൈഡ്രജനേഷൻ്റെ കാറ്റലിസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഫോട്ടോഡൈനാമിക് തെറാപ്പിയിലും യൂസ് ചെയ്യുന്നുണ്ട്, ഹൈഡ്രജനേഷനിൽ കാറ്റലിസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. സോ ഫുള്ളറീൻസ് ആർ യൂസ്ഡ് ഇൻ ഫോട്ടോഡൈനാമിക് തെറാപ്പി ആൻഡ് കാറ്റലിസ്റ്റ് ഫോർ ഹൈഡ്രജനേഷൻ. ഫുള്ളറിൻ്റെ വേറൊരു ആപ്ലിക്കേഷനാണ് ഫുള്ളറീൻസ് ടങ്സ്റ്റൻ്റെയും മൊളിബ്ഡിനത്തിൻ്റെയും സൾഫൈഡ്സുമായിട്ട് മിക്സ് ചെയ്യും. സോ ഫുള്ളറീൻസ് ആർ ഇൻകോപ്പറേറ്റഡ് വിത്ത് സൾഫൈഡ്സ് ഓഫ് ടങ്സ്റ്റൺ ആൻഡ് മൊളിബ്ഡിനം. ടങ്സ്റ്റൻ്റെയും മൊളിബ്ഡിനത്തിൻ്റെയും സൾഫൈഡ്സുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്താൽ ഈ ഫുള്ളറീൻസ്, അതായത് ഇൻകോപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന സാധനം സോളിഡ് ലൂബ്രിക്കൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഫുള്ളറീൻസിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് HIV ഇൻഫെക്ഷൻ്റെ ട്രീറ്റ്മെൻറ്റിനകത്ത് യൂസ് ചെയ്യും. രണ്ട് ബയോളജിക്കൽ ആൻറ്റി ഓക്സിഡൻസ് ആയിട്ട് യൂസ് ചെയ്യും. മൂന്ന്, ഇവയ്ക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സുമായിട്ട് കയറി ബൈൻഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് മെലനോമ പോലെയുള്ള ക്യാൻസർ സെൽസിനെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കാൻ പറ്റും. ഫോട്ടോഡൈനാമിക് ട്രീറ്റ്മെൻറ്റിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഫോട്ടോഡൈനാമിക് തെറാപ്പിയിൽ യൂസ് ചെയ്യുന്നു. ഹൈഡ്രജനേഷൻ്റെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇനി ഫുള്ളറീൻസ് മൊളിബ്ഡിനത്തിൻ്റെയും ടങ്സ്റ്റൻ്റെയും സൾഫൈഡ്സുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്ത് സോളിഡ് ലൂബ്രിക്കൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ നാനോ മെറ്റീരിയൽസിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് കാർബൺ നാനോ ട്യൂബ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാർബൺ നാനോ ട്യൂബ് എന്ന് പറഞ്ഞാൽ ഫുള്ളറീൻ്റെ ഒരു ഇലോങ്ങേറ്റഡ് സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഫുള്ളറീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാഫീൻ ഷീറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഗ്രാഫീൻ വെച്ചിട്ടുണ്ടാക്കിയ ഒരു ബോൾ അല്ലെങ്കിൽ ഒരു സ്ഫിയർ ഷേപ്ഡ് സാധനമാണ് ഫുള്ളറീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഇലോങ്ങേറ്റ് ചെയ്താൽ എന്ത് ഷേപ്പ് വരും? അതിനെ ഇലോങ്ങേറ്റ് ചെയ്താൽ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ് വരും, അല്ലെങ്കിൽ ഒരു ട്യൂബ് ഷേപ്പ് വരും. അങ്ങനെയുള്ള ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്? കാർബൺ നാനോ ട്യൂബ്. സോ ഇത് കാർബൺ വെച്ചുണ്ടാക്കിയേക്കുന്നതാണ്, അല്ലെ ഗ്രാഫീൻ വെച്ചുണ്ടാക്കിയേക്കുന്ന ഒരു സിലിണ്ടറാണ് കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുന്നത്. ഇതൊരു ട്യൂബ് ഷേപ്ഡ് മെറ്റീരിയൽ ആണ്. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് <1 നാനോമീറ്റർ ടു 50 നാനോമീറ്റർ ആവാം. സോ കാർബൺ നാനോ ട്യൂബിൻ്റെ ഡയമീറ്റർ <1 നാനോമീറ്റർ ടു 50 നാനോമീറ്റർ ആണ്. ഇതെന്ന് പറയുന്നത് ഗ്രാഫീൻ്റെ ലെയർ വെച്ചുണ്ടാക്കിയേക്കുന്ന സിലിണ്ട്രിക്കൽ സ്ട്രക്ചറാണ്. ഗ്രാഫീൻ ലെയേഴ്സ് വെച്ചുണ്ടാക്കിയേക്കുന്ന സിലിണ്ട്രിക്കൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുന്നത്.
കാർബൺ നാനോ ട്യൂബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാർബൺ നാനോ ട്യൂബ്സിന് തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലാണ്. തെർമൽ കണ്ടക്ടിവിറ്റിയും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും കാർബൺ നാനോ ട്യൂബിന് വളരെയധികം കൂടുതലാണ്. അത് കാർബൺ നാനോ ട്യൂബിൻ്റെ ഒരു പ്രത്യേകതയാണ്. സോ കാർബൺ നാനോ ട്യൂബിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിന് തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ കാർബൺ നാനോ ട്യൂബിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അതിന് സ്റ്റിഫ്നെസ് ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, അതുപോലെ ടെനസിറ്റിയും ഉണ്ട്. ഇതിൻ്റെ മൂന്നിൻ്റെയും കോമ്പിനേഷൻ നമുക്ക് കാണാൻ പറ്റും. എവിടെ? കാർബൺ നാനോ ട്യൂബിൽ സ്റ്റിഫാണ്, സ്ട്രെങ്ത് ആണ്, അതുപോലെ ടെനസിറ്റിയും ഉണ്ട്. ഈ മൂന്ന് പ്രോപ്പർട്ടീസിൻ്റെയും കോമ്പിനേഷൻ നമുക്ക് കാർബൺ നാനോ ട്യൂബിൽ കാണാൻ സാധിക്കും. സോ കാർബൺ നാനോ ട്യൂബിൻ്റെ രണ്ട് യുണീക്ക് പ്രോപ്പർട്ടി മീൻസ് രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ആണ്. ഏതൊക്കെയാണ്? അതിന് വെരി ഹൈ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് എ യൂണിക് കോമ്പിനേഷൻ ഓഫ് സ്റ്റിഫ്നെസ്, സ്ട്രെങ്ത് ആൻഡ് ടെനസിറ്റി. ഇനി കാർബൺ നാനോ ട്യൂബിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം, രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. സിംഗിൾ വോൾ നാനോ ട്യൂബും അതുപോലെ മൾട്ടി വോൾ നാനോ ട്യൂബും. SWNT എന്ന് പറഞ്ഞാൽ സിംഗിൾ വോൾ നാനോ ട്യൂബ്സ് ആണ്. സിംഗിൾ വോൾ നാനോ ട്യൂബ്സിനകത്ത് നമ്മുടെ ഗ്രാഫീൻ ഷീറ്റിനെ റോൾ ചെയ്തിട്ട് ഏതൊക്കെ ഷേപ്പിലാക്കാൻ പറ്റും? സിഗ്സാഗ് ഷേപ്പ് ആകാം, ആം ചെയർ ഷേപ്പ് ആകാം, കൈറൽ ഷേപ്പ് ആവാം. നമ്മുടെ ഗ്രാഫീൻ ലെയറിനെ നമ്മൾ റോൾ ചെയ്യുകയാണ്. ഗ്രാഫീൻ ലെയറിനെ റോൾ ചെയ്യുന്ന രീതി അനുസരിച്ച് സിംഗിൾ വോൾഡ് നാനോ ട്യൂബിൻ്റെ ഷേപ്പ് ഏതാവാം? സിഗ്സാഗ് ആവാം, ആം ചെയർ ആവാം, കൈറൽ ഷേപ്പ് ആവാം. അത് എങ്ങനെയാണ് നമ്മൾ ഗ്രാഫീൻ ഷീറ്റ് റോൾ ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇതിൽ 3 ഷേപ്പിൽ ഏതെങ്കിലും ഒന്ന് വരാം സിംഗിൾ വോൾഡ് നാനോ ട്യൂബ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മൾട്ടി വോൾ നാനോ ട്യൂബ് എടുക്കുകയാണെങ്കിൽ മൾട്ടി വോൾ നാനോ ട്യൂബ് എന്ന് പറഞ്ഞാൽ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒന്നിൽ കൂടുതൽ ലെയർ കാണും. അപ്പം ഇതിനകത്ത് ഗ്രാഫീൻ്റെ 2 or 3 സിലിണ്ടേഴ്സ് കാണും. മോർ ദാൻ 1 ഗ്രാഫീൻ സിലിണ്ടറാണ്. അത് ഒന്നിനകത്ത് ഒന്ന് കയറ്റി വെച്ചേക്കുന്നതല്ല, അതായത് ഡിഫറെൻറ്റ് ഡയമീറ്റർ ഉള്ള ഗ്രാഫീൻ സിലിണ്ടേഴ്സാണ്. ഒന്നിനകത്ത് ഒന്ന് കയറ്റി വെച്ചേക്കുന്ന പോലെ ആയിരിക്കും. സോ മൾട്ടി വോൾ നാനോ ട്യൂബ് എന്നാണ് അതിനെ നമ്മൾ വിളിക്കുന്നത്, മൾട്ടി വോൾ നാനോ ട്യൂബ്. ഇനി നമുക്ക് കാർബൺ നാനോ ട്യൂബിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. കാർബൺ നാനോ ട്യൂബ്സിൻ്റെ ആപ്ലിക്കേഷൻ നോക്കുമ്പം നമ്മളിപ്പം സോളാർ സെല്ലിൽ ഫോട്ടോ കറണ്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡിയം ടിൻ ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. സോളാർ സെല്ലിനകത്ത് ഫോട്ടോ കറണ്ട് ജനറേറ്റ് ചെയ്യാൻ ഇൻഡിയം ടിൻ ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇൻഡിയം ടിൻ ഓക്സൈഡിനെ നമുക്ക് കാർബൺ നാനോ ട്യൂബ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. സോ സോളാർ സെല്ലിനകത്ത് ഫോട്ടോ കറണ്ട് ജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻഡിയം ടിൻ ഓക്സൈഡിനെ നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? കാർബൺ നാനോ ട്യൂബ് വെച്ച് റീപ്ലേസ് ചെയ്യാം. സിംഗിൾ വോൾ നാനോ ട്യൂബ്സ് ട്രാൻസിസ്റ്ററിലും സോളാർ പാനലിലും യൂസ് ചെയ്യുന്നുണ്ട്. സിംഗിൾ വോൾ നാനോ ട്യൂബ്സ് യൂസ് ചെയ്യുന്ന 2 സ്ഥലമാണ് ട്രാൻസിസ്റ്ററും സോളാർ പാനലും. മൾട്ടി വോൾ നാനോ ട്യൂബ് ലിഥിയം അയൺ ബാറ്ററീസിൽ അതിൻ്റെ സൈക്കിൾ ലൈഫ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി മൾട്ടി വോൾ നാനോ ട്യൂബ് യൂസ് ചെയ്യാം. ലിഥിയം അയൺ ബാറ്ററീസിനകത്ത് സൈക്കിൾ ലൈഫ് എൻഹാൻസ് ചെയ്യാൻ മൾട്ടി വോൾ നാനോ ട്യൂബ് യൂസ് ചെയ്യാം. അതുപോലെ ലൗഡ് സ്പീക്കർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കാർബൺ നാനോ ട്യൂബ്സ് പാരലലായിട്ട് യൂസ് ചെയ്യാം. ലൗഡ് സ്പീക്കേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം? കാർബൺ നാനോ ട്യൂബ്സ് പാരലലായിട്ട് യൂസ് ചെയ്യാം. നാനോ വയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കാർബൺ നാനോ ട്യൂബ് യൂസ് ചെയ്യാം. നാനോ വയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കാർബൺ നാനോ ട്യൂബ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ CNTs കാർബൺ നാനോ ട്യൂബ് യൂസ് ചെയ്യുന്ന മറ്റ് ആപ്ലിക്കേഷൻസ് ആണ് ഓട്ടോമോട്ടീവ് പാർട്സ്, അതുപോലെ എനർജി സ്റ്റോറേജ്, ബോട്ടിൻ്റെ ഹൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വാട്ടർ ഫിൽറ്റേഴ്സ്, തിൻ ഫിലിം ഇലക്ട്രോണിക് കോട്ടിംഗ്, അൾട്രാ കപ്പാസിറ്റേഴ്സ്, ബയോസെൻസേഴ്സ്, ഹാംഫുൾ ഗ്യാസൊക്കെ സെൻസ് ചെയ്യാനുള്ള ബയോസെൻസേഴ്സ്, അതുപോലെ എക്സ്ട്രാ സ്ട്രോങ് ഫൈബേഴ്സ്, ഇതിൻ്റെയൊക്കെ മാനുഫാക്ചറിൽ കാർബൺ നാനോ ട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്. കാർബൺ നാനോ ട്യൂബ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു? എനർജി സ്റ്റോറേജ്, ഓട്ടോമോട്ടീവ് പാർട്സ്, ബോട്ട് ഹൾസ്, വാട്ടർ ഫിൽറ്റേഴ്സ്, തിൻ ഫിലിം ഇലക്ട്രോണിക് കോട്ടിങ്, അൾട്രാ കപ്പാസിറ്റർ, ബയോസെൻസേഴ്സ്, ഹാംഫുൾ ഗ്യാസസ് സെൻസ് ചെയ്യാനുള്ള ബയോസെൻസേഴ്സ്, എക്സ്ട്രാ സ്ട്രോങ് ഫൈബേഴ്സ്, ഇതിൻ്റെയൊക്കെ മാനുഫാക്ചറിൽ കാർബൺ നാനോ ട്യൂബ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ നമ്മുടെ നാനോ മെറ്റീരിയൽസ് എന്നുള്ള ടോപ്പിക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു.